This night is cold in the kingdom. I can feel you fade away. From the kitchen to the bathroom sinking. Your steps keep me awake. അച്ഛാ, അമ്മേ, ഞാൻ പോവാട്ടോ, സമയായി. വൈകിട്ട് സമയത്ത് എത്തേക്കണം, മറക്കരുത്. ഇല്ലണ മോളെ, കറക്റ്റ് സമയത്ത് തന്നെ എത്തിയേക്കാം. അമ്മ, ഞാൻ പോയിട്ട് വരാട്ടോ. മോളെ, പോയിട്ട് വാ. നീ ബാക്കി വരാം. പിന്നെന്താ, ഇന്നലെ ചേച്ചി വിളിച്ചായിരുന്നു. എന്നിട്ട് ഇപ്പൊ ജിത്ത് കമ്പനിയിലൊക്കെ പോകുന്നുണ്ടെന്ന്. ശരിക്കും അവൻ സംബന്ധിച്ചോ? അവന്റെ ഇപ്പൊ പഴയ പോലെയൊന്നുമല്ല, ഇപ്പൊ ഉത്തരവാദിത്വമൊക്കെ വന്നെന്നാ ചേച്ചി പറഞ്ഞേ. ചേച്ചി ഇവിടെ സന്തോഷത്തില്ല അവന്റെ കാര്യത്തില്. ഇനിയിപ്പോ പിള്ളേരുടെ കാര്യം ഓർത്ത് പേടിക്കണ്ട, ആ ടെൻഷൻ അങ്ങ് മാറിക്കിട്ടി. അതെ. അപ്പോ അമ്മേ, മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പപ്പയെ പോലെ മുങ്ങാനൊന്നും നോക്കിക്കത്. ഞങ്ങള് വിൻ ചെയ്യണത് അമ്മ കാണണം. ഓക്കെ? വരണേ, എന്റെ പാട്ടുള്ളതാ. എന്റെ ഡാൻസും ഉണ്ട്. ഞാൻ വന്നേക്കാം. ഇനി അതിന്റെ പോയി രണ്ടും കൂടിയുടെ ഒരു പ്രശ്നം വേണ്ട. റോസേ, മോള് കളിക്കുന്നില്ലേ ഇത്തവണ? ഇല്ല ആന്റി, ഞാൻ പകുതി വെച്ചല്ലേ വന്നത്. സോ നെയിം കൊടുക്കാൻ ടൈമൊക്കെ നേരത്തെ കഴിഞ്ഞു പോയി. ഇനി എനിക്ക് ഇത്തവണ ചാൻസ് ഇല്ല, മേ ബി നെക്സ്റ്റ് ടൈം. ഇപ്പോൾ ചെല്ലെന്ന, ഇനി ലേറ്റ് ആകണ്ട, ഞാൻ വന്നേക്കാം സമയത്ത്. എടാ, നിങ്ങൾ റെഡിയായോ? റെഡി ആയിക്കൊണ്ടിരിക്കുക. ലീഡ് എങ്ങനെ പോകുന്നു ഇപ്പോ? നമ്മ തന്നെ ലീഡ് നിൽക്കുന്നത്. എന്തെങ്കിലും ഐറ്റം മിസ്സായിട്ടുണ്ടെങ്കിലും നമുക്ക് തന്നെ ലീഡ് പോകില്ലേ? അത് നമുക്ക് തന്നെ ഇരിക്കുള്ളൂ. മ്യൂസിക് ടീമിന്റെ ലീഡ് നല്ല ഹൈ ആണ്. പിന്നെ അവരുടെ കഴിഞ്ഞോ? ഇപ്പൊ നടക്കുന്ന ലാസ്റ്റത്തെയാണ്. എടാ, നമ്മുടെ പിള്ളേരുടെ എല്ലാം ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്തേക്കട്ടോ. ചേട്ടാ, are you okay? I'm fine. And dance നന്നായിരുന്നു. Congrats. Thank you ചേട്ടാ. എന്നത്താ പോയി ഡ്രസ് ചെയ്. എന്നൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. അല്ല, നിങ്ങളെല്ലാരും എന്തിനാ ഇത്രയധികം കപ്പടിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതെന്താ? കഴിഞ്ഞ ഇയർ 5 പോയിന്റ് നിന്നാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കപ്പ് പോയത്. അതെല്ലാവർക്കും വളരെ സങ്കടമായിരുന്നു. കാരണം ഞങ്ങള് അത്രയും സാർ വിശ്വസിച്ചിരുന്നു. ജസ്റ്റ് 5 പോയിന്റ്സ് ഞാൻ കയ്യിൽ നിന്ന് പോയപ്പോഴേക്കും ഞങ്ങൾ വല്ലാണ്ട് തളർന്നുപോയി. ഞങ്ങൾ അന്ന് കൊടുത്ത വാക്കാ സാറിന്, ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ആ കപ്പ് തിരിച്ചേൽപ്പിക്കുന്നു. സോ അതിനു വേണ്ടിയുള്ളൊരു ഓട്ടത്തിലായിരുന്നു ഇതുവരെ. അതുണ്ടാവും ചേട്ടാ, ഡോണ്ട് വറി, നമുക്ക് എന്നത് കിട്ടും, നമ്മൾ തന്നെ ജയിക്കും. എന്നാ തമ്പോ റെഡിയാക്കിയോ? ചേട്ടാ. അതെ, പ്രോഗ്രാം കഴിഞ്ഞ് നമുക്കൊന്ന് കാണണം. ഞാനും പറഞ്ഞിട്ടില്ല. ಏನೋ ಇಂದ್ರೆ ಏನೋ ನಾನೊಂದನ್ನಾನೋ ನೀಯೋ ಇಲ್ಲೈ ನಾನೋ ನಾವೇನು ನಾವೋ അമ്മ, ഇത് ഏട്ടൻ്റെയാ? ആണോ? ദൈവമേ,
മുസേട്ടാ പൊളിച്ച്. നിങ്ങൾ ശരിക്കും പേര് കളിച്ചപ്പോ കപ്പിളായിട്ട് തോന്നി. ഏയ് അങ്ങനെയൊന്നുമല്ല, ഇറ്റ്സ് ജസ്റ്റ് പെയർ ഡാൻസ്. ഏയ് അവരിൽ എല്ലാവരും നിങ്ങൾ കപ്പിളാണെന്ന് പറഞ്ഞത് കയ്യടി ഫുള്ള് അടിപൊളിയായിരുന്നു. അതെന്തായാലും ചുമ്മല്ലേ, പക്ഷെ സത്യം അതല്ലല്ലോ. ആ അമ്മോ. ജീവ, ആ അമ്മ. നന്നായിരുന്നു നിങ്ങളുടെ ഡാൻസ്. മോള് നന്നായി കളിച്ചു കേട്ടോ. താങ്ക് യു ആൻറ്റി. മോളുടെ പേരെന്താ? അമൃത ശ്യാം ഗോപാൽ. ശ്യാം ഗോപാൽ. ആൻറ്റി ഇപ്പോൾ വരാവേ. അമ്മു ആൻറ്റി, അങ്ങള് വന്നില്ലേ? വന്നിട്ടുണ്ട്. അത് കോളില്ല, ഇപ്പൊ വരും. മോനെ കൺഗ്രാറ്റ്സ്, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു ആന്റി. ജീവ, പ്രിയ, ലച്ചു, എടാ എത്ര നാളെ നിന്നെ കണ്ടിട്ട്. നിങ്ങൾ എപ്പോഴാണ് കൊറിയെന്ന് വന്നത്? ആടാ വന്നിട്ട് ഇപ്പൊ ജസ്റ്റ് 1 year ആകുന്നതേ ഉള്ളൂ. ഇവിടുത്തെ ബിസിനസ് നോക്കണ്ടേ. അപ്പോ അവിടുത്തെ എന്ത് ചെയ്തു? അതിപ്പോഴും ഉണ്ട്. ഇങ്ങോട്ടേക്ക് ഒന്ന് മാറണം, അവർക്കൂടെ തന്നെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാ. പിന്നെ ഏട്ടൻ ഇങ്ങോട്ട് പോകും ഇടക്ക്. നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയോ? എടാ മോനി, കോളേജിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ? ലക്ഷ്മി ആന്റി. അത് തന്നെ. അമ്മ, ഇതാണോ അപ്പൊ അമ്മയുടെ പ്രിയ? ഞാനും ഫേമസ് ആണല്ലേ. ശ്യാമേട്ടൻ എന്തി? എല്ലാ കോളിലും ആയിരിക്കും. അതങ്ങനെ ഒരു ഫോൺ ജീവിയായി പോയി എന്റെ പ്രിയ. അല്ല, ഇച്ച വന്നില്ലേ? അങ്ങനെ ശ്യാമേട്ടനെ പോലെ തന്നെയാണ്. ബിസിനസ് മാത്രമേ തലയിടുള്ളൂ. നമുക്ക് പ്രേമിക്കാനെങ്കിൽ 2 എണ്ണത്തിനായി പോയി കിട്ടിയത്. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. നീ അപ്പൊ ഞങ്ങളുടെ ലച്ചുവണ്ടിയുടെ മോളായിരുന്നല്ലേ? നോ വേ, എന്റെ അമ്മയാണ് നിന്റെ ലച്ചുവണ്ടി. ഓക്കെ, എന്നാലും ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. എനിവേ, എനിക്ക് കാര്യങ്ങൾ എളുപ്പമായി. എന്ത് കാര്യങ്ങൾ? ജീവേട്ടനെ മനസ്സിലായ അമ്മയാണ് അങ്ങനെയുള്ളത്. എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അമ്മോ, എനിക്കൊരു കാര്യം പറയാം. ജീവേട്ടാ. റോസേ, എന്റെ കൂടെ ഒന്ന് വന്ന ജീവേട്ടാ. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാ. ഇതുവരെ ചേട്ടനെ കാണാനില്ല. ഇവിടെ എവിടെയെങ്കിലും കാണും. നിങ്ങൾ റിലാക്സ് ആവുക. ഇല്ല, ഇതവള് കൊണ്ടുപോയേക്കുന്നത് തന്നെയാ. നീ ഒന്ന് വിളിച്ചു നോക്കുക. അവര് വീട്ടിലെത്തിയെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. എന്നാൽ ശരി, ഞാനും പോവാം. അച്ഛനമ്മ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബൈഡാ. ബൈ. എന്നാലും ഇന്ന് എന്നോട് എന്തായിരുന്നു പറയാൻ വന്നത്? ഇന്നത്തെ ദിവസത്തിനായിട്ട് എത്ര നാളെ ഞാൻ കാത്തിരിക്കാന്നറിയാവോ? അല്ല, ഇനി എന്നോട് ഞാൻ കരുതുന്ന പോലെ ഇഷ്ടം മനസ്സിലുണ്ടാവോ? ഇനിയിപ്പോ എങ്ങനെ അറിയാം? എത്ര നാളായി. ഐ ഹോപ്പ് നാളെ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു. നീ എന്ത് പുറത്തു? I'm sorry, Jivat, I'm sorry. നീ എന്തിവിടെ? തീരെ ഉള്ളി കാലിച്ചുട്ടി. നിനക്കല്ലേ എന്റെ ജീവേട്ടൻ്റെ ഒപ്പം കാണുമ്പോ പ്രശ്നം. ഇപ്പൊ കാണിച്ചു തരാം. ഒന്നുമില്ല, ഈ ജീവേട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് വയ്യ. ഓടണം. ഇവളെന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഇനി വരുന്നത് എന്നോടാണ് എടാ വരണേ. ജിത്തു, നീ വന്നോ? എടാ, ബാക്കിയുള്ളവരെന്തേ? അവര് വരാന്ന് പറഞ്ഞിട്ട്? ആടാ, ഒരുത്തിനെ വിളിച്ച് വെച്ചോളൂ. അവന്മാരെത്തിയിട്ടില്ലെന്നോ? എത്തിയിട്ടില്ലെന്നോ? എവിടെന്ന്? എടാ പൊട്ട, അവന്മാര് ഗേൾ ഫ്രണ്ട്സായിട്ട് ട്രിപ്പിലായിരുന്നു. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഓഹോ, അവരിപ്പോഴും കറക്കമാണല്ലേ.
പിന്നല്ല, അവന്മാരുടെയൊക്കെ ഒരു ബാക്കി ഒന്ന് പോയാ വേറൊന്നും. എന്താ മോനെ വരണേ, നിനക്കും വേണോ അങ്ങനെ എന്തെങ്കിലും? എന്റെ പൊന്നളിയ, ഉള്ള മനസ്സമാർ പോയി കളയാനാണോ? പക്ഷെ ഞാൻ കെട്ടുന്നുണ്ടെങ്കിൽ അതൊരു പ്രേമിച്ച് തന്നെ കിട്ടുള്ളൂ. വാവ്, എത്ര നടക്കാത്ത സ്വപ്നം. ദുഷ്ടൻ, ആയിരത്ത് പറയലേ അങ്ങനെ. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. ഞാൻ നിന്നെക്കാളും ഭേദമാണ്. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? മോനെ ചിത്തു, നീ ഇതുവരെ നിന്റെ പ്രണയം അങ്ങോട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അതൊരവസരം കിട്ടാഞ്ഞിട്ടല്ലേ? പിന്നെ ഓർമ്മ വെച്ച കാലം തൊട്ട് കാണുന്ന നിനക്ക് അവളോട് നിന്റെ ഇഷ്ടം പറയാൻ ഇത് വലിയൊരു അവസരം കിട്ടിയിരുന്നു പറഞ്ഞാൽ വലിയ കാര്യമായി. ഏടാ, ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവൾ എനിക്കുള്ളതല്ലേ. അത് വീട്ടുകാർ പറയണല്ലേ, അല്ല നീ ആയിട്ട് അവളോട് പറഞ്ഞിട്ടില്ലല്ലോ. പോപ്പി മതി, ചുമ്മാ ടെൻഷനാക്കല്ലേ. ഞാൻ നിർത്തി. അപ്പൊ എങ്ങനെയാ, ഇവിടുത്തെ ക്ലബിലേക്കല്ലേ? എന്നാ പോയേക്കാം, വാ. എന്തൊക്കെയായാലും നീയില്ലാണ്ട് എൻ്റെ ജീവിതം ഒരിക്കലും പൂർണ്ണമാവില്ല. അതിന് എത്ര ജന്മം കൊടുത്താലും അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ മാത്രമായിരിക്കുമെന്ന് എൻ്റെ മനസ്സിൽ. എത്ര കാലം വേണമെങ്കിൽ എടുത്തോ.